എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് 10 hours റൈഡ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 500ഓളം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നത്. ധനുഷ്കോടിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഏകദേശം 275 കിലോമീറ്ററാണ് ഉള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. വേണ്ടവർക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് വേളാങ്കണ്ണി റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഉച്ചയോടെ ഞാൻ വേളാങ്കണ്ണി എത്തിച്ചേർന്നു. വേളാങ്കണ്ണിയോട് ചേർന്ന് നിരവധി സ്റ്റേകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇന്നത്തെ പ്രധാന ലക്ഷ്യം ബൈക്കും ലഗേജും സേഫായിട്ട് വെക്കുക, കുളിച്ച് ഫ്രഷ് ആകുക, മാതാവിനെ കാണുക, നാളെ മോർണിംഗ് ബാംഗ്ലൂരിലേക്ക് തിരിക്കുക. ഇതാണ് എൻ്റെ പ്ലാൻ. കുളിച്ച് ഫ്രഷായി രാത്രിയോടെ ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് ഒരു ഇടദിവസമായതുകൊണ്ട് തന്നെ പള്ളിയിൽ അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു. മുട്ടിലിഴയുന്നത് ഇവിടുത്തെ നേർച്ചകളിൽ ഒന്നാണ്. ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് മാതാവിനെ വന്ന് കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നടക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. പണ്ട് ഈ ചർച്ചിരുന്ന അവിടെ വലിയൊരു കാടായിരുന്നു. അന്ന് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു പാൽക്കാരൻ പയ്യൻ്റെ അടുത്ത് കുഞ്ഞിന് പാല് ചോദിക്കുകയും ചെയ്തു. ആ പയ്യൻ ആ മുന്തയിലുണ്ടായിരുന്ന പാല് മാതാവിന് കൊടുക്കുകയും പാല് കുറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. അപ്പോൾ ആ കുടത്തിൽ നിന്ന് പാല് കവിഞ്ഞൊഴുകി ഒരത്ഭുതം ഇവിടെ നടന്നു. അങ്ങനെയാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വേളാങ്കണ്ണി എന്ന ചർച്ച് ഉണ്ടാകുന്നത്. ഇതുപോലെ നിരവധി അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് നേർച്ചകളും കഴിച്ച് ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. നേരെ പോയത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ്. സീ ഫുഡ് കഴിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. ഈ കാണുന്നതാണ് നമുക്ക് വേളാങ്കണ്ണി ബീച്ചിലേക്ക് പോകാനുള്ള വഴി. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ സീ ഫുഡ് ഹോട്ടൽ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് നടന്നു. ഈ അരികിൽ ചെറിയ ചെറിയ കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. 5 minutes വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ബീച്ച് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴി കാഴ്ചകളും കണ്ട് ബീച്ച് ലക്ഷ്യം വെച്ച് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇവിടെ നിരവധി ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഇവിടെ നിന്ന് ഒരു സീ ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ചെന്നെത്തി. ഒരു ഹോട്ടൽ ഭാസ്കറിൻ്റെ മുമ്പിലെത്തി. ഇവിടെ അന്വേഷിച്ചതിൽ ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസാണ് ഈ ഹോട്ടൽ ഭാസ്കർ. ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് അവർ ഫ്രൈ ചെയ്ത് തരികയും നമുക്ക് മീൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഇവിടുത്തെ കസ്റ്റമർ സർവീസും വളരെ നല്ലതാണ്. അവിടെ നിന്ന് ഫിഷ് ഫ്രൈയും കഴിച്ച് ബീച്ചിലെ കാഴ്ചകളും കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. നാളെ ബാംഗ്ലൂരാണ് ലക്ഷ്യം. പുലർച്ചെ ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കേ.